പ്രണാമം ഷെഹൻഷാ. അങ്ങ് എന്നെ ഓർമ്മിച്ചോ പ്രഭു? അതെ ഫരീദ, ഇന്നാണ് ഓർമ്മ വന്നത് നാം നിന്നോടൊപ്പം ചില അസുലഭ നിമിഷങ്ങൾ പങ്കുവച്ചുവെന്ന്. ആശംസകൾ ഫരീദ. നീ എന്നോട് പറഞ്ഞാലും ഇല്ലെങ്കിലും ഷെഹൻഷായ്ക്ക് വാർത്ത ലഭിച്ചു. നീ നമ്മുടെ വംശത്തിന് പരമ്പര നൽകാൻ പോകുന്നെന്ന്. നന്ദിയുണ്ട് സുഖിയ ബീഗം. ഞാൻ സ്വയം അവിടുന്ന് അടുത്തുവന്ന് അവിടത്തോടെ ഈ സന്തോഷവാർത്ത പറയണമെന്ന് ആഗ്രഹിച്ചു. ഇക്കാര്യത്തിൽ നമുക്ക് പരിഭവമുണ്ട്. നീ ഇത്രയും നല്ലൊരു വാർത്ത നമ്മിൽ നിന്ന് ഒളിച്ചു വച്ചല്ലോ. ഇക്കാര്യം നേരത്തെ പറയേണ്ടതല്ലേ? എന്താ റുക്കിയ? തീർച്ചയായും. അങ്ങയുടെ മനസ്സ് അങ്ങയുടെ പേര് പോലെ തന്നെ വിശാലമാണ് പ്രഭു. സത്യമായിട്ട് പറയും, ഇത് ആരുടെ കുഞ്ഞാണ്? അല്ലെങ്കിൽ ഈ കുഞ്ഞ് സ്വന്തം അച്ഛന്റെ പേര് പറയാൻ ഈ ലോകത്തേക്ക് വരില്ല. പറയൂ, ഈ കുഞ്ഞിന്റെ അച്ഛന്റെ പേര്. ബഹദൂർ ഖാൻ. ഫരീദ, ഭയപ്പെടാതിരിക്കൂ. നിനക്കൊന്നും തന്നെ സംഭവിക്കില്ല. ഉറപ്പായും നമ്മുടെ പ്രണയം തന്നെ നമ്മെ രക്ഷിക്കും. പ്രണയം പ്രണയിച്ചു നീ, പക്ഷെ ആരെ? ഷഹൻഷായുടെ ഭാര്യയോടാണെന്ന് മാത്രം. ഇതിന് ബുദ്ധിമോശമെന്നല്ലാതെ ഒന്നും പറയാനില്ല. നീ തന്നെ പറയൂ റുക്കിയ, ഇവരുടെ അപരാധത്തിന് എന്ത് ശിക്ഷ നൽകാമെന്ന്? കുറ്റങ്ങൾ ഒരുപാട് ഇവർ ചെയ്തിട്ടുണ്ട് ബാദ്ഷാ ജലാൽ. ഏറ്റവും ആദ്യം ബാദ്ഷയെ വകവയ്ക്കാതിരുന്നത്, രണ്ടാമത് അദ്ദേഹത്തെ വഞ്ചിച്ചത്, മൂന്നാമത് കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് കൊട്ടാരത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചത്. അതുമാത്രമല്ല, പിന്നെ ഒരു അവിഹിത ബന്ധത്തിലെ കുഞ്ഞിനെ കൊട്ടാരത്തിന്റെ പരമ്പരയാക്കാൻ ശ്രമിച്ചു. ഇതിന്റെ എല്ലാം ശിക്ഷ മരണം മാത്രമാണ്. അങ്ങേക്ക് എന്ത് ശിക്ഷ നൽകണമെന്നുണ്ടെങ്കിലും അത് എനിക്ക് തന്നോളൂ ബാദ്ഷാ. ഇദ്ദേഹത്തിന് മാപ്പ് നൽകൂ. ഒരു പ്രേമം കൂടി തയ്യാറായിരിക്കുന്നു പ്രണയാഗ്നിയിൽ എരിഞ്ഞു തീരാനായി. പ്രഭോ, പ്രഭോ, അങ്ങ് ഫരീദയോട് ക്ഷമിച്ചാലും. തെറ്റുകാരൻ ഞാനാണ് പ്രഭോ. അങ്ങ് എന്നെ ശിക്ഷിച്ചാലും. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയായി തീർന്നിരിക്കുന്നു. ഒരാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവർ ഇപ്പോൾ ഒരുമിച്ച് മരിക്കാൻ പോകുന്നു. ഇപ്പോൾ നീ തന്നെ പറയൂ റുക്കിയ, നാം ആദ്യം ആരെയാണ് കൊല്ലുക, ഇവനെയോ അതോ ഇവളെയോ? കാരണം രണ്ടുപേരും മരിക്കേണ്ടവരാണ്. ഷെഹൻഷാ, എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേർക്കും ഒരുമിച്ച് മരണശിക്ഷ നൽകണമെന്നാണ്. നിന്റെ ഇത്തരം തീരുമാനങ്ങളാണ് നിന്നെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് റുക്കിയ. എപ്പോഴും നമ്മെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത്. ജലാൽ, ഉമ്മ ഇവിടെ? നീ ഇതെന്ത് ചെയ്യാൻ പോവുകയായിരുന്നു? ഞാൻ ഇവരുടെ തെറ്റിനുള്ള ശിക്ഷ നൽകാൻ പോവുകയായിരുന്നു. അവിടുന്ന് അറിഞ്ഞിരിക്കുമല്ലോ ഇവർ. നമുക്കറിയാം ഇവർ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നവരാണെന്ന്. നീ ഇവിടെ ഉണ്ടെന്ന് വിവരം കിട്ടിയപ്പോൾ നിന്നെ തടയാനായി എനിക്ക് വരേണ്ടി വന്നു.
നീ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ സംസ്കാരത്തിനെതിരാണ്. ഉമ്മ ഫരീദ നമ്മെ വഞ്ചിച്ചിരിക്കുകയാണ്. മറ്റൊരാളുടെ പിഴച്ചുണ്ടായ കുഞ്ഞിനെ നമ്മുടേതാക്കി മാറ്റാൻ ശ്രമിച്ചു. അതിനാലാണ് നാം ഈ തീരുമാനമെടുത്തത്. നിന്റെ തീരുമാനം നമ്മുടെ സംസ്കാരത്തേക്കാൾ വലുതല്ല ജലാൽ. അതായത് നമ്മുടെ സംസ്കാരം ഇത്തരത്തിൽ ദുർബലയായ ഒരു സ്ത്രീയെ വധിക്കാൻ ഒരിക്കലും അനുവാദം നൽകില്ല. കാരണം അവൾ ഗർഭിണിയാണ്. ഇങ്ങനെ ഒരു സ്ത്രീയുടെ ശാപത്തിന് നിന്നെ തന്നെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട് ജലാൽ. ആ ശാപം നീ ഒരിക്കലും ഏറ്റുവാങ്ങരുത്. ഇവർക്ക് മാപ്പ് നൽകിയേക്കൂ. ഇവരുടെ പ്രണയത്തെ ഓർത്തില്ലെങ്കിൽ കൂടി സ്വന്തം കാര്യം ഓർത്ത് ഇങ്ങനെ ഒരു പാപം ചെയ്യരുത്. ഇവർക്ക് ഉമ്മയോർത്ത് നാം മാപ്പ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ജലാലിനെ വഞ്ചിക്കുന്നവർക്ക് വീണ്ടും ജീവിക്കാൻ ഒരു അവസരം നൽകില്ല. എത്ര ദൂരേക്ക് പോകാനാകുമോ അത്രയും ദൂരേക്ക് പൊയ്ക്കോളൂ രണ്ടുപേരും. കാരണം സൂര്യോദയത്തിന് ശേഷവും നിങ്ങളെ രണ്ടുപേരെ നമ്മുടെ കൺമുൻപിൽ കണ്ടാൽ പിന്നെ നിങ്ങളെ എന്നിൽ നിന്നും ആർക്കും തന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഉമ്മയ്ക്ക് പോലും സാധിക്കില്ല. തുറന്നു വിടൂ ഇവരെ. എന്നിട്ട് എത്രയും പെട്ടെന്ന് പുറത്താക്കൂ. ഷെഹൻഷാ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പടച്ചോൻ അങ്ങയ്ക്കും പ്രണയം മനസ്സിലാക്കി തരും. അങ്ങയുടെ ജീവിതത്തിലേക്കും അങ്ങനെ ഒരാൾ വരാൻ അങ്ങയ്ക്ക് ജീവനേക്കാൾ വലുതായി തോന്നുന്ന ഒരാൾ. അവൾക്ക് വേണ്ടി അങ്ങ് മരിക്കാൻ പോലും തയ്യാറാകും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഒരിക്കലുമില്ല. പ്രണയത്തിലൂടെ ഒന്നും തന്നെ നേടാൻ സാധിക്കില്ല. പ്രണയമുണ്ടെങ്കിലേ എല്ലാം ലഭിക്കുകയുള്ളൂ. സ്നേഹം ഭഗവാന്റെ ദാനമാണ്. സ്നേഹമുള്ളിടം സ്വർഗമാണ്. പ്രണയം നരകത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. അഥവാ ഇന്ന് ഉമ്മ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഇവരുടെ ജീവിതം അവസാനിച്ചേനെ. പ്രണയത്തിന്റെ ഒരു നിമിഷം 100 ജന്മങ്ങൾക്ക് തന്നെ സമമാണ്. പ്രണയത്തിന് എന്തും ചെയ്യാൻ സാധിക്കും. പിശാചിനെ പോലും മനുഷ്യനാക്കി മാറ്റാൻ സാധിക്കും. മനുഷ്യനെ പിശാചാക്കി മാറ്റുന്നു പ്രണയം. പ്രണയത്തിലൂടെയാണ് ജീവിതം പൂർണ്ണമാകുന്നത്. മനുഷ്യരുടെ പ്രണയം കാരണം ജീവിതം തന്നെ അപൂർണമായി തീരുന്നു. ജലാൽ, എനിക്കറിയാം നീ എത്രമാത്രം ഒറ്റയ്ക്കാണെന്ന്. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായി നീ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. അത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. പ്രണയം എന്ന പേരിൽ ഒന്നുമില്ലെന്ന് നീ ധരിക്കുന്നത്. പക്ഷേ പ്രണയം എന്നൊന്നുണ്ട്. ഇക്കാര്യം നിനക്ക് മനസ്സിലാകുന്നത് അപ്പോഴായിരിക്കും. നീ എപ്പോഴെങ്കിലും പ്രണയിക്കുമ്പോൾ. എപ്പോൾ വരെ നിനക്ക് പ്രണയിക്കാൻ സാധിക്കുന്നില്ലയോ അതുവരെ പരമ്പരയും ഉണ്ടാകില്ല. അവിടുന്ന് പറഞ്ഞത് തെറ്റാണുമ്മ. പരമ്പരയുണ്ടാകാൻ പ്രണയത്തിന്റെ ആവശ്യമൊന്നുമില്ല. 3 ആകുന്നതിന് മുമ്പ് 2 പേർ ഒന്നാകേണ്ടതായിട്ടുണ്ട് ജലാൽ. മാത്രമല്ല ഒന്നാകേണ്ടതിന് പ്രണയം അത്യാവശ്യമാണ് ജലാൽ. ഒരുപക്ഷെ ഇക്കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് സമ്മതിച്ചു തന്നേ മതിയാകൂ. നമ്മോട് പറയൂന്നേ, അങ്ങനെ എന്ത് പ്രശ്നമാണുള്ളത്? നമ്മുടെ ജലാലിന്റെ മുഖത്തെ സന്തോഷം പോലെ ഇല്ലാതാക്കിയത്
എന്താ നിനക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ഉമ്മയ്ക്ക് തോന്നുന്നത് പോലെ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് ഇതുകൊണ്ടാണെന്ന്, നമ്മൾ പരസ്പരം പ്രണയിക്കാത്തത് കൊണ്ടാണെന്ന്. അങ്ങ് എന്താണ് പറയുന്നത് ജലാൽ? നാം എന്താണോ ചോദിച്ചത് അതിനുള്ള ഉത്തരം പറയൂ റുക്കിയ. എന്താ നമ്മൾ പരസ്പരം പ്രണയിക്കാത്തത് കൊണ്ടാണോ? നമുക്ക് തോന്നുന്നു അങ്ങയ്ക്ക് പ്രണയത്തിൽ വിശ്വാസമുണ്ടായിരിക്കുന്നു. ദയവായി അവിടെ നിന്നോട് ബുദ്ധിശൂന്യമായ കാര്യങ്ങൾ ചോദിക്കരുത്. എല്ലാവരെക്കാളും നിനക്ക് നമ്മെ മനസ്സിലാകും. നിനക്കറിയാവുന്നതാണ് നമുക്ക് പ്രണയത്തിൽ വിശ്വാസമില്ലെന്ന്. കാരണം പ്രണയിക്കുന്നത് അവരാണ്, സ്വയം വിശ്വാസമില്ലാത്തവർക്ക്. നാം ഉമ്മ പറഞ്ഞതോർത്ത് മാത്രമാണ് പരിഭ്രാന്തനായത്. അതുമല്ല, കുറച്ച് കാലങ്ങളായി നമുക്ക് വളരെ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു. നാം ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത കാര്യങ്ങൾ. ആദ്യം ഖാൻ ബാബ നമ്മുടെ ഉത്തരവിനെ മാനിക്കാത്ത കാര്യങ്ങൾ നടപ്പിലാക്കി, നമുക്കെതിരായി പ്രവർത്തിച്ചു. ഇപ്പോൾ ഫരീദയുടെ ചതിയും. ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ അവസരമുണ്ടാക്കരുത്. അങ്ങയുടെ മനസ്സിന് സമാധാനമുണ്ടാക്കാൻ നമ്മുടെ പക്കലൊരു മാർഗമുണ്ട്. ഷെഹൻഷാ വേട്ടയ്ക്കായി പോയിട്ട് ഒരുപാട് ദിവസങ്ങളായില്ലേ? അങ്ങ് ആജ്ഞ നൽകിയാൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ? എല്ലാവരും പോകൂ. പടത്തലവന് സലാം. നമുക്കെതിരായി അവിടുന്ന് ജലാലിന്റെ തലച്ചോറിൽ വിഷം കലർത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമാണ് പറയുന്നത് ബൈറാം ഖാൻ. അങ്ങ് എന്താണോ ചെയ്യുന്നത് അതാണ് ജലാലുദ്ദീനിൽ പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തെ സ്വന്തം മകനെ പോലെയാണ് നാം സംരക്ഷിച്ചത്. സ്വന്തം പ്രയോജനത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ ഷെഹൻഷായുടെ സ്വരൂപം കാണിച്ചുകൊണ്ട് സ്വന്തം ശക്തിയാണ് അങ്ങ് വർദ്ധിപ്പിച്ചത്. പിന്നെ ഒരു കാര്യം സമ്മതിച്ചേ മതിയാകൂ ബൈറാം ഖാൻ. ഇന്ന് വരെ അങ്ങയുടെ യാതൊരു പ്രശ്നങ്ങളും നമ്മോട് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജലാൽ അങ്ങ് പറയുന്നത് കേൾക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങ് ഈ അന്തഃപുരത്തിൽ വരെ എത്തിയിരിക്കുന്നു. അവിടുത്തെ തീരുമാനങ്ങൾ നമ്മെ അടിച്ചേൽപ്പിക്കാനാവില്ല. നമുക്ക് നന്നായി അറിയാം അവിടുന്ന് സ്വന്തം മകൻ ആദം ഖാനെ നമ്മുടെ സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അതിനുള്ള അടിത്തറ ഒരുക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് നമ്മെ പുറത്താക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടത്തേക്ക് തന്നെ അറിയാം, അവിടത്തെ ആ മകൻ ഒരിക്കലും ഈ സ്ഥാനത്തിന് അർഹനല്ല എന്ന്. ജലാലിനെ കുറിച്ചാണോ അവിടുന്ന് ചിന്തിക്കുന്നത്? ജലാലിനെ കുറിച്ച് നമുക്ക് ചിന്തയുണ്ട്. ജലാലിന്റെ വളർത്തമ്മയാണ് നാം. പക്ഷേ നാം ജന്മം നൽകിയത് ആദാം ഖാനെയാണ്. അവന്റെ ഭാവിയെക്കുറിച്ച് നാം ചിന്തിച്ചാലും അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. ഒരു മറയാണ് ആദം ഖാൻ. അവനെ മുൻനിർത്തിക്കൊണ്ട് അവിടുന്ന് കരുക്കൾ നീക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, നാമും എല്ലാ സ്ഥാനമാനങ്ങളും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ. പടത്തലവനെന്ന് പറയുന്ന സ്ഥാനം ഒരിക്കലും ഒരു ചെറിയ വസ്തുവല്ല, തലയിൽ വെച്ചുകൊണ്ട് പോകാൻ മാത്രം. മനസ്സിലായോ? അവിടത്തെ ആ പാഴ്വസ്തുവായ മകന് ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷത്തേക്ക് പോലും ആ സ്ഥാനത്ത് ഉപവിഷ്ടനാകാനുള്ള അർഹതയില്ല. മതി ബൈറാം ഖാൻ. നമ്മുടെ മകനെ കുറിച്ച് ഒരു വാക്ക് പോലും മോശമായി കേൾക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല. അവിടത്തെ മകനെ ഇല്ലാതെയാക്കും. അതോടൊപ്പം തന്നെ നോക്കൂ, അവിടുന്നും തീർച്ചയായും തകർന്നു പോകുന്നതാണ്. പിന്നൊരു കാര്യം, നമുക്ക് നേടിയെടുക്കേണ്ടത് അതെന്താണെങ്കിലും നാം അത് നേടുക തന്നെ ചെയ്തിരിക്കും. ഇത് ഉറപ്പുള്ള കാര്യമാണ്. അവിടത്തെ ഈ ജീവിതമുണ്ടല്ലോ, അവിടുന്ന് തന്നെ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റും. നിങ്ങളെ നാം മരവിച്ച ശരീരമായി തിരിച്ചയച്ചിരിക്കും. കേട്ടോ മഹാമംഗ? സ്വന്തം ഖബർ സ്വയം നിർമ്മിക്കുകയാണ് ബൈറാം ഖാൻ. നിങ്ങളെ വഴിയിൽ നിന്നും മാറ്റാനുള്ള മാർഗം നമുക്കറിയാം. ജലാലും ജോധയും
ഇരുവരുടെയും ചിന്തകൾ വ്യത്യസ്തമായിരുന്നു, അതിരുകളും വ്യത്യസ്തമായിരുന്നു, പരിവേഷങ്ങളും രീതികളും എല്ലാം വ്യത്യസ്തം. എന്നാൽ അവരുടെ വഴി വളരെ അപ്രതീക്ഷിതമായി കൂട്ടിമുട്ടുകയായിരുന്നു. ഒരു തവണ വീണ്ടും ഇരുവരും കണ്ടുമുട്ടേണ്ടതായിരുന്നു. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും ഇക്കാര്യം അറിയില്ലായിരുന്നു. ദൂരെയായിട്ടും അവർ രണ്ടുപേരും എത്രമാത്രം അടുത്തെത്തിയിരിക്കുന്നുവെന്ന്. അക്ബറും റുഖയ്യയും മധുരയിൽ വേട്ടയ്ക്കായി പോവുകയായിരുന്നു. ജോധ തന്റെ ജ്യേഷ്ഠന്മാരുടെ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കാനായി രക്ഷാബന്ധൻ ഉത്സവത്തിനായി മധുരയിലേക്ക് എത്തുകയായിരുന്നു. അതെ, നിർത്തൂ, പല്ലക്കൊന്ന് നിർത്തൂ. അല്ല, ഈ പല്ലക്ക് എന്തിനാ നിർത്തിയത്? കുമാരിയുടെ ഉത്തരവാണ് കുമാര. ജ്യോത, എന്തു പറ്റി? ജ്യേഷ്ഠ, നമുക്ക് സാധനങ്ങൾ വാങ്ങണം. കുമാരിമാർ വെറും കൈയോടെ മടങ്ങുകയോ? അതൊരിക്കലും സംഭവിക്കില്ലല്ലോ. ജ്യോതയെ സമ്മതിച്ചേ മതിയാവും. ഇത്രയും യാത്ര ചെയ്തിട്ടും ക്ഷീണിച്ചതേ ഇല്ല. ജ്യേഷ്ഠ, പോകാൻ അനുവദിക്കൂ. നാം അല്പസമയത്തിനുള്ളിൽ തിരികെ വരാം. ആയിക്കോട്ടെ, അതുവരെ നാം ഇവിടെ വിശ്രമിക്കാം. പക്ഷേ വേഗം വന്നേക്കണം. ശരി ജ്യേഷ്ഠ. കുറച്ച് സൈനികർ കുമാരിക്കൊപ്പം ഉണ്ടാവും ജോധ. ശരി. ഈ മൂടുപടത്തിന്റെ മൂല്യം എത്രയാണ്? 60 നാണയങ്ങൾ. 60? ഇതെന്താ വൈരം പതിച്ച മൂടുപടമാണോ? ഇത് കൂടുതലാ. 20 നാണയത്തിൽ കൂടുതൽ മതിപ്പില്ല ഇതിന്. ഇത് വേണ്ട, നമുക്ക് മറ്റെവിടെ നിന്നെങ്കിലും വാങ്ങാം. വരൂ ജോധ. വാങ്ങാനുള്ള പണമില്ലെങ്കിൽ പിന്നെ വരുന്നതെന്തിനാ? നിങ്ങളുടെ സ്ഥാനത്ത് മുഗൾ രാജ്ഞിമാരായിരുന്നെങ്കിൽ ഒന്നും പറയാതെ വാങ്ങുമായിരുന്നു. നിങ്ങൾ എന്താണ് പറഞ്ഞത്? എന്താ കേട്ടില്ലെന്നുണ്ടോ? ഇതിന്റെയൊക്കെ മൂല്യം എന്താണെന്ന് മുഗളന്മാർക്ക് മാത്രമേ അറിയൂ. പിന്നെ ഈ മൂടുപടം മുഗൾ ബാദ്ഷയുടെ ബീഗമാണ് അണിയുന്നത്. ഇതിന്റെ വില നിങ്ങൾ എത്രയാണെന്നാണ് പറഞ്ഞത്? 60 നാണയങ്ങൾ. പക്ഷെ ഇപ്പോ 150 ആഹാ, ഇതെന്താ കൊള്ളയോ? മൂത്തി, ഇതാ 150 നാണയങ്ങൾ. ആഹാ, കൊള്ളാമല്ലോ. ഇതാണ് രാജകുമാരിമാർക്ക് ചേർന്നത്. ഈ മൂടുപടം ഏതെങ്കിലും മുഗൾ ബാദുഷയുടെ റാണിക്ക് പകരം നമ്മുടെ മൂത്തിയുടെ മേലണിയും. രജപുത്ര സ്ത്രീകൾ മുഗൾ റാണിമാരെക്കാൾ കുറഞ്ഞവരൊന്നുമല്ല. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തു വെച്ചോളൂ. ആരായിരുന്നു അഹങ്കാരിയായ പെൺകുട്ടി മുഗളന്മാരെ പരിഹസിച്ചു കൊണ്ടുപോയത്? അത് ഏതോ രജപുത്ര സ്ത്രീയായിരുന്നു. ഷെഹൻഷ വേട്ടയ്ക്ക് പോകാൻ തയ്യാറാണ്. വേഗം വേഗം വരൂ ജോധ. കുമാരന്മാർ വല്ലാത്ത ദേഷ്യത്തിലായിരിക്കും. ഒരു മൂടുപടം വാങ്ങാൻ എത്ര സമയം പാഴാക്കി. അയ്യോ മൂത്തി,
എഴുന്നേൽക്ക് എഴുന്നേൽക്ക് മൂത്തി എഴുന്നേൽക്ക്. എന്റെ മുഖം കാണുമ്പോ കുമാരിക്ക് ചിരി വരുന്നുണ്ടല്ലേ? അയ്യോ അല്ലല്ല, നിന്റെ മുഖം കണ്ടിട്ടല്ല എനിക്ക് ചിരി വരുന്നത്. നീ നോക്ക്, ഈ 150 നാണയത്തിന്റെ 3 വടം കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. നോക്ക് ഏതവസ്ഥയിലായെന്ന്. നാണയം പോയ വിഷമമാ, അല്ലാതെ എന്നെ കുറിച്ചല്ല. അതെ അതെ, പിണങ്ങാതിരിക്കുക.